ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ സീക്രട്ട് ഏജന്റ് ബിഗ് ബോസിലോട്ട് പോകുന്നത് കേട്ടപ്പോൾ നമുക്കെല്ലാം നല്ല പ്രതീക്ഷയുണ്ടായിരുന്നു. കൂടുതലും ജനങ്ങൾ പ്രേക്ഷകർ പ്രതീക്ഷിച്ചിരുന്ന അതുവരെ റിവ്യൂ ചെയ്യുമ്പോൾ ജാസ്മിനെയും ഗബ്രിയും വലിച്ച് ഭിത്തിയിൽ ഒട്ടിക്കുന്ന സായി കൃഷ്ണയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ പോകുന്ന പോക്കിൽ നമ്മുടെ സീക്രട്ട് ഏജന്റ് ഒരു മേക്ക് ഓവർ തന്നെ അങ്ങ് നടത്തി. നേരെ താടിയെല്ലാം എടുത്ത് കളഞ്ഞു, പിന്നെ മുടിയാണെ വേറെ കളർ ചെയ്തു. അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് പരിചയമില്ലാത്ത ഒരു സീക്രട്ട് ഏജന്റ്, അത് സായി കൃഷ്ണയാണ് കാണുന്നത്. ഇപ്പം സത്യത്തിൽ ജനങ്ങൾ കമന്റ് ഇടുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. സായി കൃഷ്ണയാണ് ഇപ്പം പോയിരിക്കുന്നത്, സീക്രട്ട് ഏജന്റ് പോയിട്ടില്ല. അതായത് നമുക്കറിയാവുന്ന സീക്രട്ട് ഏജന്റ് ആരെ കിട്ടിയാലും വലിച്ച് വൃത്തിയിലൊട്ടിക്കുന്ന കാറിനുള്ളിൽ ഇരുന്ന് ഇരിക്കുന്ന ഒരു മനുഷ്യൻ. അപ്പോൾ തീർച്ചയായിട്ടും എന്തൊക്കെയോ ബിഗ് ബോസിൽ പോയിട്ട് മറ്റാരെക്കാട്ടും കൂടുതൽ പുള്ളിക്ക് ചെയ്യാനുണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനി അവിടുത്തെ ആ ഒരു അന്തരീക്ഷം മനുഷ്യരെ മാറ്റിമറിക്കുമെന്ന് അറിയില്ല കേട്ടോ. നമ്മൾ പുറത്ത് നിന്ന് നമുക്ക് അവിടുത്തെ കാര്യം പറയുന്നത് 100% ശരിയാവണമെന്നില്ല. അത് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും ഫുഡ് പോലും നേരെ കിട്ടുകയാത്തൊരു സ്ഥലം കണ്ടില്ലേ. 3000 ലക്ഷറി പോയിന്റ് ഉള്ളതിന് ജാസ്മിൻ ഗ്യാസ് കളഞ്ഞതിൻ്റെയൊക്കെ പുറത്ത് 2000 കഴിഞ്ഞിട്ട് പിന്നെ 1000 വെച്ച ഉപ്പ് പോലും ഇല്ലാതെയാണ് അവർ കഞ്ഞിയും അതും ഗോതമ്പ് ദോശയൊക്കെ ചുട്ട് തന്നെ ഉപ്പില്ലാതെയൊക്കെ. അയ്യോ, എങ്ങനെ ഇവർ കഴിയുന്നു നമുക്ക് തോന്നും. അങ്ങനെയാണ് കഴിയുന്നത്. അപ്പോൾ അത് എല്ലാം കൊണ്ടൊരു മാനസിക മാറ്റം ഉണ്ട് കേട്ടോ. പിന്നെ AC കൂടുതലിടുക, കുറച്ചിടുക, ഇങ്ങനെയുള്ള തന്ത്രങ്ങളൊക്കെ അവർ ചെയ്യുമെന്നാണ് പോയിട്ടുള്ളവരൊക്കെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ എന്താണേലും പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ലാലേട്ടൻ്റെ മുന്നിൽ വെച്ച് സായിയോട് ചോദിച്ചപ്പോൾ ഈ മേക്ക് ഓവർ നടത്തി പോയപ്പോൾ തന്നെ സായിയുടെ ക്യാരക്ടറും മാറിപ്പോയോ എന്നൊരു സംശയമുണ്ട് മൊത്തത്തിൽ. കാരണം അവിടെ വെച്ച് തന്നെ ഗബ്രിക്ക് മാലയിട്ട്, ഗബ്രിയാണ് ഗുഡ് ഗെയിമർ, ആ ഹൗസ് നിറയെ ഓടി നടക്കുന്നയാളെ എവിടെയും ഗബ്രിയെ കാണുന്നേ. എന്ത് വാചാ പറഞ്ഞെന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല അതിൻ്റെ അർത്ഥം എന്താണെന്ന്. പിന്നെ ഞാൻ മനസ്സിലോർത്തു, സായി അല്ലേ പറഞ്ഞത്, സീക്രട്ട് ഏജന്റ് അല്ലേ പറഞ്ഞത്, അപ്പോൾ അതിനെന്തോ വേറെ ലക്ഷ്യം കാണും, വേറെ എന്തോ ഉന്നം വെച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചിന്തിച്ച് അവിടെ ചെന്ന ഉടനെ തന്നെ ഇനി ബിഗ് ബോസിൻ്റെ നിയമം അങ്ങ് തെറ്റിച്ചു. മുഴുവൻ കാര്യങ്ങളും പറഞ്ഞു. അതൊരു പരിധിവരെ നമുക്ക് ഇഷ്ടപ്പെട്ടെന്ന് നോക്കാം. കാരണം ജാസ്മിനൊന്നും അറിയണം. ജാസ്മിൻ്റെ അച്ഛന് ബ്ലോക്ക് ഇല്ലായിരുന്നു, എന്നിട്ട് ബ്ലോക്ക് ഉണ്ടെന്നും പറഞ്ഞ് ജാസ്മിൻ ലാലേട്ടൻ്റെ മുന്നിൽ ഒരു ബ്ലോക്കേ ഉള്ളോ ലാലേട്ടാന്നൊക്കെ ചോദിച്ചു ഓസ്കാർ അഭിനയം ചെയ്തതും. പിന്നെ അച്ഛന് അറ്റാക്ക് എന്നും പറഞ്ഞ് ഓസ്കാർ അഭിനയം ചെന്നിട്ട് റോക്കിയുടെ അടുത്ത് എനിക്ക് 2 ദിവസം തരുമോ, എനിക്ക് 2 ദിവസം തരുമോ എന്ന് പറഞ്ഞ് അഭിനയം കാഴ്ചവെച്ചൊക്കെ ജനം അറിഞ്ഞെന്നൊന്ന് ജാസ്മിൻ അറിയുന്നതല്ലേ, നമ്മളൊക്കെ അറിഞ്ഞത്. ജാസ്മിനും ഗബ്രിയും കളിച്ച നാടകം മുഴുവൻ പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന്, നിങ്ങളുടെ നാടകം എല്ലാം പൊളിഞ്ഞിട്ടുണ്ട്, അത്ത വിളിച്ച കേസ് കേട്ട് എല്ലാം കംപ്ലീറ്റ് പൊളിഞ്ഞു. ലാലേട്ടൻ എന്ത് പറഞ്ഞാലും ബിഗ് ബോസ് എന്ത് പറഞ്ഞ് രക്ഷിക്കാൻ നോക്കിയാലും രക്ഷിക്കപ്പെട്ടിട്ടില്ല. കംപ്ലീറ്റ് പ്രേക്ഷകർ മനസ്സിലാക്കിയെന്ന് സായി പറഞ്ഞത് നല്ല തന്നെയാണ്. പക്ഷേ അതേ രാവിലെ ഇപ്പം സായിയെ ഇപ്പം പുറത്തെ കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടി ബിഗ് ബോസ് ശിക്ഷിച്ചിട്ടുണ്ട്. അത് ലാസ്റ്റ് വാണിംഗ്, ഇനി ഒരു വാണിംഗ് ഇല്ലാതെ സായിയെ പുറത്താക്കും. സായി ആംഗ്യ ഭാഷയിലൂടെ പുറത്തുള്ള കാര്യം പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യാൻ പാടില്ല എന്ന് എത്ര പറഞ്ഞാൽ ഇവിടെ റിവ്യൂ ചെയ്യുന്ന സായിക്ക് നല്ലപോലെ അറിയാം. എന്നിട്ട് സായിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. സത്യം പറഞ്ഞാൽ ഇവർ പുറത്തേക്ക് പോയതിൻ്റെ ഇവിടെ പുറത്തെ വിവരം അറിയാവുന്നതിൻ്റെ ഹാങ് ഓവർ ഇവർ ഒരാഴ്ച നിൽക്കും. അത് കഴിഞ്ഞേ ഇവർ കിടന്ന് കണക്ഷൻ വിടുകയുള്ളൂ. ജനങ്ങളുമായിട്ടുള്ള കണക്ഷൻ ഒരാഴ്ച ഉണ്ടാകും. പക്ഷേ ഇപ്പോൾ ഒരാഴ്ചയല്ല, 2 ദിവസം കൊണ്ട് തന്നെ ജനങ്ങളുമായിട്ടുള്ള കണക്ഷൻ വിട്ടിട്ടുണ്ട്. അതായത് സായിയൊക്കെ പോകുമ്പോൾ ഉള്ള സിറ്റുവേഷൻ അല്ല ഇപ്പം അഭിഷേകിനെ അവരെല്ലാം കൂടെ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ പുറത്ത് നേരെ തിരിച്ച് അഭിഷേകിനാണ് ആൾക്കാർ കൂടെ നിൽക്കുന്നത്. അഭിഷേക് ശ്രീകുമാറിൻ്റെ കൂടെയാണ് അവർ നിൽക്കുന്നത്. അവിടെ സെബിനാണേലും സായി ആണേലും സകല പൂജയാണേലും എല്ലാവരും ഓർക്കുന്ന അഭിഷേക് പറഞ്ഞത് തെറ്റാണ്. അഭിഷേകിനെ ആയിരിക്കാം ജനങ്ങളും വെറുക്കാന്ന്. പക്ഷെ നേരെ തിരിച്ചു വന്നിട്ടുണ്ട്. അതേപോലെ പോയപ്പോൾ വളരെയധികം പ്രകടനം കാഴ്ചവെച്ചതാണ് കുറേ ആൾക്കാർ. ആരാണ്, നന്ദനയാണേലും ഇപ്പം ശരിക്കും പറഞ്ഞാൽ അവിടെ പിടിച്ചു നിൽക്കുന്ന സെബിനാണ്. സെബിൻ കയറി വരുന്നുണ്ട്. സെബിൻ പറഞ്ഞത് എന്താണ്, ഇൻട്രോ കാണിച്ചപ്പോൾ സെബിൻ പറഞ്ഞത് എന്താണ്, ഞാൻ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി പോകുന്നു. അപ്പം നമ്മൾ വിചാരിച്ച അവിടെ ഈ ഗെയിമൊക്കെ കൊടുക്കുമ്പോൾ അത് കോമഡി ആക്കാമല്ലോ കുറച്ചൊക്കെ, അതൊന്നും ആരും ചെയ്യുന്നില്ല, എല്ലാവരും സീരിയസ് ആയിട്ട് എടുക്കുന്നു എന്നൊക്കെയാണ് സെബിൻ അന്ന് പറഞ്ഞത് ഇൻട്രോയിൽ. പക്ഷേ സെബിൻ ബഡായി ബംഗ്ലാവിൻ്റെ ആര്യയായിട്ടൊക്കെ കമ്പനിയുള്ള ആളാണ്. ആര്യയൊക്കെ ബിഗ് ബോസിനെ കുറിച്ച് നല്ലപോലെ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. സെബിനാണ് ഇപ്പോൾ അവിടെ കത്തി നിൽക്കുന്നത്. പിന്നെ അഭിഷേക് ശ്രീകുമാർ, പൂജ മോശമല്ലാത്ത രീതി. സായിയാണ് സാധാരണക്കാരായ നമ്മൾ പ്രതീക്ഷിച്ച. സായി അതിനൊപ്പം ഉയർന്നു വന്നില്ല. സായിക്ക് കോമഡി ആയിട്ട് ആൾക്കാർ കമൻ്റ് ഇടുന്നുണ്ട്, ഒരു കാറ് കിട്ടാത്തതിൻ്റെയും ഐഫോൺ കിട്ടാത്തതിൻ്റെയും ഒരു പ്രശ്നമാണുള്ള, ബിഗ് ബോസ് ഒരു കാറ് തരൂ എന്ന് പറഞ്ഞ് സായി പറഞ്ഞുകൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് കോമഡി കാണുന്നുണ്ട്. അതുപോലെ കാർ ടാക്സ് വരുമ്പോഴത്തേന് ആ ടാസ്ക് ഉണ്ടല്ലോ, കാറിൻ്റെ ഒരു ടാസ്ക് മാരാറുടെ ഇതിലുണ്ടായിരുന്നു, സീസൺ 5 അപ്പോൾ അത് വരുമ്പോൾ സായി പൊളിക്കും എന്ന് പറയുന്നുണ്ട്. ചിലർ പറയുന്നു സീക്രട്ട് ഏജന്റ് അങ്ങോട്ട് പോയിട്ടില്ല, സായി കൃഷ്ണയാണ് പോയെന്ന്. അതിൻ്റെ അകത്ത് ഒരർത്ഥമുണ്ട്. സായി കൃഷ്ണയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ വേറൊരാൾ കമൻറ്റ് ചെയ്യാൻ കണ്ട, അത് ചിരിക്കേണ്ട കമൻറ്റ് തന്നെയാണ്. കല്യാണരാമൻ എന്ന് പറയുന്ന ദിലീപിൻ്റെ സിനിമയിൽ അവസാനം ഒരു ബണ്ണെടുത്ത് വായിക്കകത്ത് തിരിയിട്ട് ഹനുമാനായിട്ട് ദിലീപ് കുഞ്ചാക്കോവൻ്റെ ഡാൻസ് ഒക്കെ കഴിയുമ്പോൾ ദിലീപ്
ദിലീപ് ചാടിയൊരു വരമുണ്ട്, 2 മണ്ണ് വായിക്കാത്ത നിറച്ചിട്ട് വരാം. അപ്പോഴത്തേനും എല്ലാവരും അങ്ങ് പിരിഞ്ഞു പോകുന്ന ഒരു സീനുണ്ട്, ദിലീപ് അങ്ങ് ആകെ ചമ്മി നിൽക്കുന്ന പോലത്തെ. അതാണ് സായിക്ക് ഇപ്പോൾ സംഭവിച്ചെന്നാണ് മിക്കയിടത്തും ഞാൻ ആ കമൻറ്റ് കാണുന്നുണ്ട്, അങ്ങനെ പറയുന്നുണ്ട്. അതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അവിടെ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പം സായി ഇടപെടുന്നുണ്ടെങ്കിൽ സായിക്ക് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ശക്തിയില്ല പറയാൻ, ഒരു സ്ട്രെങ്ത് അങ്ങോട്ട് വരുന്നില്ല സംസാരത്തിൽ, ഒരു വളരെ കാമായിട്ട് പോകുന്ന സൗണ്ട് ഒന്ന് പിന്നെ പുള്ളി ഒന്ന് സംസാരിക്കാം എന്ന് ഇടപെട്ട് വരുമ്പോഴത്തേന് അവിടെയുള്ളവർ ആ വിഷയം കഴിഞ്ഞിട്ട് അടുത്ത വിഷയത്തിൻ്റെ പുറകെ പിരിഞ്ഞു പോകും. പുള്ളി എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് പറയാമെന്ന് ആലോചിച്ച് വരുമ്പോഴത്തേന് ആൾക്കൂട്ടം പിരിയുകയാണ്. അപ്പോൾ അവിടെ സ്ക്രീൻ സ്പേസ് ഇല്ല വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സമാധാനത്തിൻ്റെ ആളായിട്ടാണ് നമ്മൾ കണ്ടത്. ഇവിടെ ഉണ്ണിമൂന്തനും ഒക്കെ ആയിട്ട് എന്തായിരുന്നു അംഗം, എൻ്റെ ദൈവമേ. അതുപോലെ എടുത്തു പറയേണ്ട എത്രയധികം കേസുകളുണ്ട് സീക്രട്ട് ഏജൻറ്റ്. ആ സീക്രട്ട് ഏജൻറ്റ് ബിഗ് ബോസിൽ പോകുമ്പോൾ ഒരു തീപ്പൊരി ആയിരിക്കും എന്നാണ് സത്യത്തിൽ നമ്മൾ ഓർക്കുന്നത്. പക്ഷെ അവിടുത്തെ ആ വീടിൻ്റെ ഇത്രയും ഭീകരാന്തരീക്ഷമാണോന്ന് ഞാൻ ഓർക്കുക. എന്താണെന്ന് വെച്ചാൽ സായി സീക്രട്ട് ഏജൻറ്റ് നമുക്കവിടെ കാണാനില്ല. നമ്മൾ ഈ കാറിൻ്റെ ഉള്ളിൽ ഇരുന്ന് വീഡിയോ ചെയ്യുന്ന സീക്രട്ട് ഏജൻറ്റിനെ നമുക്ക് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കാണാനില്ല. ശരിക്കും പലയിടത്തും ഉണ്ടെങ്കിലും ഒരു ശക്തിയില്ല, വോയിസ് പുറത്തേക്ക് വരുന്നില്ല. അങ്ങനെ സ്ക്രീൻ സ്പേസ് സായി കൃഷ്ണയ്ക്കായിട്ട് കിട്ടുന്നില്ല. ആദ്യമേ കയറിയപ്പം ഞാൻ ബിസിനസ് ക്ലാസ്സിലല്ലാന്ന് പറഞ്ഞത് ഒരു സ്ക്രീൻ സ്പേസ്, നല്ല ഡയലോഗായിരുന്നു. പിന്നീട് ജാൻമണിയുടെ മുഖത്ത് പെയിൻ്റ് അടിക്കാൻ വേണ്ടി നിലപാടിൽ നിന്ന് ഞാൻ മാറില്ല എന്നുള്ള രീതിയിൽ നിന്നത്, അവിടെ സായിക്ക് ഒത്തിരി ഒരു വഴക്ക് പിടിക്കാനുള്ള ഒരു ഇതില്ലാന്ന് തോന്നുന്നു. ഒരു ശക്തിയില്ലാത്ത രീതിയിലാണ് സംസാരിക്കുന്നത്. ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ വഴക്ക് പിടിക്കുകയാണെങ്കിൽ വഴക്ക് പിടിക്കാനുള്ള ശക്തി വേണം. കാരണം അവിടെ ജാസ്മിൻ്റെയൊക്കെ പവറും ജാസ്മിൻ്റെയൊക്കെ സൗണ്ട് മുകളിലേക്ക് പോകുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? ഗബ്രിയാണെ കൊഞ്ഞനം കുത്തിവരെയാണ് നിൽക്കുന്നത്. അങ്ങനെ വഴക്ക് പിടിക്കാതെ. നോറയാണെങ്കിൽ എൻ്റെ പൊന്നെ കീറ്റുവെട്ടി പോലെയാണ്. നോറയൊക്കെ അലറി തകർക്കുന്ന ഇതാണ്. പിന്നെ അലറും ഒന്നും ചെയ്യാതെ സെബിൻ അവിടെ പിടിച്ചു നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പോയ വൈൽഡ് കാർഡിൽ നമുക്ക് പ്രതീക്ഷയുള്ളത് സെബിനാണ്. പിന്നെ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു ജാസ്മിൻ്റെ മുന്നിൽ നന്ദന തോറ്റുപോയെന്നത്. ജാസ്മിൻ്റെ മുന്നിൽ നന്ദന തോറ്റെന്നല്ല ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. നന്ദന ജാസ്മിന് നല്ലത് തന്നെ കൊടുത്തു. കാരണം ഇന്നലെ ഗബ്രി ചേട്ടനെ കെട്ടിപ്പിടിക്കുള്ളൂ എന്നൊക്കെ ചോദിച്ചു, നല്ലത് കൊടുത്തു. പക്ഷേ ആ ലെവലിൽ ആ കുട്ടിക്ക് അങ്ങനെ പിടിച്ച് നിൽക്കാൻ പറ്റില്ല. രാത്രിയായപ്പോൾ ആ കുട്ടി പോയി നോറയുടെ അടുത്ത് പോയി ഇന്ന് കരഞ്ഞിട്ട് പറയുന്നുണ്ട് ഇനി ഞാൻ തോണ്ടാൻ പോവില്ല എന്ന് ജാസ്മിനെ. അവിടെ ആ കുട്ടിയുടെ ഒരു പരാജയ സൗണ്ട് ആയിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വീഡിയോ ചെയ്തത്. ഇനി ഞാൻ ഒരിക്കലും അങ്ങോട്ട് തോണ്ടാൻ പോവില്ല, എന്നെ ഇങ്ങോട്ട് വന്നാലേ പറയുള്ളൂ. അതേസമയത്ത് ലാലേട്ടൻ്റെ മുന്നിൽ വെച്ച് പറഞ്ഞിട്ട് പോയത് എന്താ, ഈ മുടി അയച്ചിട്ട് കിച്ചണിൽ വരികയല്ല, കാണിക്കണോ എന്നൊക്കെ ചോദിക്കുന്നവരെയൊക്കെ ഞാൻ പുറത്താക്കിയിരിക്കും, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് നന്ദന പോയത്. ടാസ്കിൻ്റെ ഇടയിൽ നന്ദനും ജാസ്മിനും വഴക്ക് പിടിച്ചപ്പോൾ നന്ദന നന്നപോലെ ഫൈറ്റ് ചെയ്ത് നല്ലപോലെ നന്ദനയാണ് ജയിച്ച് നിന്ന് പറയാം. പക്ഷേ രാത്രിയായപ്പോഴത്തേന് ആ ഒരു ശൗര്യം അങ്ങോട്ട് ചോർന്നു പോയിട്ട് നോറയുടെ മുന്നിൽ കരഞ്ഞു, ഞാനൊരു സാധാരണക്കാരിയാണ്, എൻ്റെ അമ്മ വീട്ടുവേലക്കാരിയാണ്, അതിൻ്റെ ഇതാണ് ജാസ്മിൻ കാണിച്ചെന്ന്. ഉടനെ അങ്ങനെ ഒരു രീതിയിൽ നോറയുടെ മുന്നിൽ നന്ദന കരയുന്ന കണ്ടു. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ ആ വീഡിയോ അങ്ങനെ പറഞ്ഞത്. നനഞ്ഞ വടക്കമായി പോയി ജാസ്മിൻ്റെ മുന്നിൽ എന്നല്ല, ജാസ്മിൻ്റെ മുന്നിൽ തോറ്റെന്നല്ല, ആ ജയിച്ച് നിന്നു. ആ ശക്തി നിൽക്കാൻ പറ്റിയില്ല നന്ദനയ്ക്കും. എന്നാൽ സെബിനൊന്നും ഇങ്ങനെയുള്ള വലിയ വാചകമൊന്നും അടിച്ചില്ല, പക്ഷേ അവർ പിടിച്ചേക്കുന്നത്. അപ്പോൾ സീക്രട്ട് ഏജൻറ്റിൻ്റെ ഐഫോണും കാറും കിട്ടാത്തതിൻ്റെ കുഴപ്പമാണെന്നാണ് ആൾക്കാർ കമൻറ്റ് ഇടുന്നത്. എന്താണേലും ഇപ്പോഴും ലാസ്റ്റ് വാണിംഗ് മേടിച്ചെടുത്തു. എന്നാൽ നമ്മൾ ഉദ്ദേശിച്ചാൽ അവിടെ പോയി കളിച്ച് നല്ല ഒരു ഇതിൽ ഇങ്ങോട്ട് എല്ലാത്തിനെയും പൊളിച്ചെടുക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ച് അങ്ങനത്തെ ഒരു പ്രകടനം കാഴ്ചവെക്കാതെ ഇപ്പോഴും ബിഗ് ബോസിൻ്റെ ശിക്ഷ മേടിച്ചുകൊണ്ടിരിക്കുന്ന സായിയാണ് നമ്മൾ കാണേണ്ടി വരുന്നത്. പ്രേക്ഷകരായി നമ്മൾ കാണേണ്ടി വരുന്നത്. നമ്മുടെ പ്രതീക്ഷയ്ക്കകത്ത് ജിൻഡോയെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് തോന്നുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് അത് പറയാൻ, ജിൻഡോയെയാണ് സായി ടാർഗറ്റ് ചെയ്യുന്നത്. കാരണം ഇവിടുന്ന് പോകുന്നതിന് പിന്നെ ജിൻഡോ ആണല്ലോ ഒറ്റപ്പെടൽ തന്ത്രം ചെയ്തിരിക്കുന്നത്. അപ്പം പുറത്ത് ജിൻഡോയ്ക്ക് കുറേ ഫാൻസ് ഉണ്ടെന്ന് സായിക്ക് അറിയുകയും ചെയ്യാം. അപ്പം സായി ഉദ്ദേശിക്കുന്ന ജിൻഡോയുടെ ആ ഗെയിം പൊളിക്കാനാണെന്ന് തോന്നുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ജിൻഡോ ആയിട്ട് കയറി മുട്ടുന്നുണ്ട്. ജിൻഡോയ്ക്ക് എന്താണേലും ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്, സായി എന്തൊക്കെയോ എന്നെപ്പറ്റി മനസ്സിലാക്കിയാണ് വന്നിരിക്കുന്നത്, എനിക്കെതിരെ സായി ഗെയിം കളിക്കും എന്ന് ജിൻഡോയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. ജിൻഡോ അതിനുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ സായി ചിന്തിച്ച് പോയിരിക്കുന്ന ഗെയിം ജിൻഡോയ്ക്കെതിരായിട്ട് ചെയ്യാനായിരിക്കാം. എന്താണേലും അവിടെ കാണുന്ന സീൻ എന്താണെന്ന് ചോദിച്ചാൽ ഗബ്രിയോടും ജാസ്മിനോടും സായി കൂട്ടായിട്ട് തന്നെയാണ്. ആദ്യത്തെ ദിവസം കഴിയുമ്പോൾ അതല്ലാതെ മാറുമായിരിക്കും ഓർത്തു. പക്ഷേ ഇതുവരെയില്ല. റിവ്യൂ ചെയ്ത് ഒന്ന്, അവിടെ പോയി പ്രവർത്തിക്കുന്ന വേറൊന്ന്. റിവ്യൂ ഇവിടെ എടുത്തിട്ട് പൊരിച്ചേച്ച് അവിടെ ചെന്നപ്പോൾ അവരെ സായിപ്പിനെ കണ്ടപ്പോൾ കവാത്ത് മറക്കാമെന്ന് പറഞ്ഞ പോലെ നേരെ ജാസ്മിനെയും ഗബ്രിയെയും കണ്ടപ്പോൾ കവാത്ത് മറന്ന് ഇപ്പോൾ അവരുടെ കൂടെയാണ് കൂട്ട് ജിൻഡോയ്ക്കെതിരായിട്ട്. എന്നാൽ ജിൻഡോയാണ് നാട്ടിലിഷ്ടം എന്നറിയാം. ഇനി നമ്മുടെ റിയാസിൻ്റെ പോലത്തെ കളിയാണോ പ്ലാൻ ചെയ്യുന്നറിയത്തില്ല. റിയാസ് പുറത്തുനിന്ന് അകത്തോട്ട് കയറുമ്പം ഇവിടെ
പുറത്ത് റോബിനെയാണ് ജനങ്ങൾക്കെല്ലാം ഇഷ്ടം എന്നൊരു രീതി ഉണ്ടായിരുന്നു. ആ ഇഷ്ടപ്പെടുന്ന വ്യക്തിക്കെതിരെ നിൽക്കാനുള്ള ഒരു ധൈര്യമാണ് റിയാസ് കാണിച്ചത്. ആ ഇഷ്ടപ്പെടുന്ന വ്യക്തിയെ, ജനങ്ങൾ മുഴുവൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിക്ക് എതിരെ ഫൈറ്റ് ചെയ്ത് മാക്സിമം വെറുപ്പിച്ച് ലോകം അറിയപ്പെടുന്ന വില്ലനാകുക എന്നുള്ള ഒരു രീതിയാണ് റിയാസ് കാണിച്ചത്. അപ്പം നമ്മുടെ സായി പുറത്തുനിന്ന് അകത്തോട്ട് കയറുമ്പോൾ ഇവിടെ ഒരുമാതിരി രാജാവാക്കിക്കൊണ്ട് പയ്യെ വന്നുകൊണ്ടിരുന്ന ജിൻഡോയാണ്. അപ്പോൾ ആ ജിൻഡോയ്ക്കെതിരെ ടാർഗറ്റ് ചെയ്ത് അതിനെതിരെ കളിച്ച് നല്ലൊരു വില്ലനാകുക എന്നുള്ള ഉദ്ദേശമാണോ എന്നുള്ളത് ഇനി അറിയത്തില്ല. പോകെ നമുക്കത് മനസ്സിലാവുള്ളൂ. ഇപ്പം നിലവിൽ സായി എന്ത് വന്നാലും ജാസ്മിനും ഗബ്രിക്കെതിരെ നിൽക്കുകയോ ഒന്നുമില്ല, അവരുമായിട്ട് കൂട്ടാണ്. ഇപ്പം ബിഗ് ബോസിൻ്റെ ലാസ്റ്റ് വാർണിംഗ് മേടിച്ചെടുത്ത് ഇനി മേലാൽ പുറത്തുള്ള കാര്യം പറഞ്ഞാൽ ഇനി ഒരു വാർണിംഗ് കൊടുക്കാതെ പുറത്താക്കുമെന്ന് ബിഗ് ബോസ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ഉപകാരമായിരുന്നു. ഓക്കെ.